ആർത്തവാവധിക്ക് നയം രൂപീകരിക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. ഇത് വിപരീത ഫലമുണ്ടാക്കുമെന്ന് കോടതി പറഞ്ഞു. നയപരമായ കാര്യത്തിൽ ഇടപെടാനില്ലെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിബി ജോസഫ് ചേരുന്നു. സിബി, നേരത്തെയും ഈ സ്ത്രീകളെ തൊഴിലിടങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ കാരണമാകും ഇത് എന്നൊക്കെയുള്ള നിരീക്ഷണങ്ങളുണ്ടായിരുന്നു. എന്തായിരുന്നു ഈ ഹർജി പ്രധാനമായും കോടതി തള്ളുമ്പോൾ? അജിംഷാദ്, പ്രധാനമായും ഹർജിക്കാരന്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ ആർത്തവ അവധി സംബന്ധിച്ച ഒരു രാജ്യവ്യാപകമായ ഒരു നയം രൂപീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകണമെന്നായിരുന്നു ഹർജിക്കാരന്റെ പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ അങ്ങനെ ഒരു നയം രൂപീകരിക്കാൻ വേണ്ടി ഒരു നിർദ്ദേശം നൽകാനാവില്ല എന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ DY ചന്ദ്രചൂഡ് വ്യക്തമാക്കി. മാത്രമല്ല, ഇത്തരം ഉത്തരവുകൾ ഉണ്ടായാൽ അതൊരു വിപരീത ഫലം ഉണ്ടാക്കും. കാരണം സ്ത്രീകളുടെ തൊഴിലവസരങ്ങളെ ബാധിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. പല തൊഴിലുടമകളും സ്ത്രീകൾക്ക് ജോലി നൽകാൻ താല്പര്യമില്ലാതെയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഈ ആർത്തവ അവധി സംബന്ധിച്ച് നയം രൂപീകരിക്കണമെങ്കിൽ അത് വേണമെങ്കിൽ ഹർജിക്കാരന് വനിതാ ശിശു വികസന മന്ത്രാലയത്തെ സമീപിക്കാം. അതല്ലെങ്കിൽ ഒരു മാതൃകാ നയം രൂപപ്പെടുത്താനാകുമോ എന്ന് മന്ത്രാലയ സെക്രട്ടറിക്ക് പരിശോധിക്കാം. അതുമല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് സുപ്രീം കോടതി ഉത്തരവ് ജോസഫാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. ആർത്തവ അവധിക്ക് നയം രൂപീകരിക്കണം രാജ്യത്താകമാനം എന്ന ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്.